നമസ്കാരം. വിഷുമായ സ്വാമി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാത്ത മനുഷ്യന്മാരില്ല എന്ന് പറയാമല്ലേ. പല ഫൈനാൻസിലൊക്കെ നമ്മൾ സ്വർണം പണയം വെച്ചിട്ട് അത് എടുക്കാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ടാവും. അതൊക്കെ എടുക്കാനും സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറാനും സ്വർണ്ണമൊക്കെ പുതിയതായി വാങ്ങിക്കാനും ഒക്കെ ഉള്ളൊരു മന്ത്രമാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. ഭൈരവ മന്ത്രം അഥവാ ധനാകർഷണ ഭൈരവ മന്ത്രം സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് ഏറ്റവും പ്രയോജനകരമായ ഒരു മന്ത്രമാണിത്. നിങ്ങൾക്ക് തൊഴിലിൽ ഉയർച്ചയുണ്ടായി സ്വാഭാവികമായി തടസ്സങ്ങളില്ലാതെ ലക്ഷ്യങ്ങൾ കീഴടക്കാൻ വിശ്വാസിയായ ആർക്കും ഇത് പരീക്ഷിക്കാം. ഭക്തരക്ഷകനായ ഭൈരവൻ ഭക്തരെ സകല ആപത്തിൽ നിന്നും രക്ഷിക്കും. 3 ലോകങ്ങൾക്കും സർവേശ്വരനും ധനത്തിൻ്റെ അധിപനുമാണ് സുവർണ ഭൈരവൻ. തൻ്റെ ഭക്തരെ മാത്രമേ സുവർണ ഭൈരവൻ കനിഞ്ഞ് അനുഗ്രഹിക്കുകയുള്ളൂ. ദാരിദ്ര്യം, മൂദേവി, ദുഷ്ടശക്തികൾ എന്നിവയെ അടിച്ചോടിച്ച് സുവർണ ഭൈരവൻ സമ്പത്ത് നൽകുന്നു. സ്വർണ്ണ നിർമ്മിത കവചം, പാശം, ത്രിശൂലം എന്നിവ 4 തൃക്കൈകളുമായി ഭൈരവീ ദേവിയെ തന്നോടണച്ച ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന സുവർണ ഭൈരവനെ പൂജിച്ചാൽ ആഗ്രഹങ്ങളെല്ലാം സഫലമാകും. ഈ മന്ത്രം ചൊല്ലേണ്ടത് 21 തവണയാണ്. നെയ്വിളക്ക് കത്തിച്ച് വടക്കോ കിഴക്കോ അഭിമുഖമായി ഇരുന്ന് ജപിക്കുന്നത് നല്ലതാണ്. ബ്രഹ്മമുഹൂർത്ത ജപത്തിനാണ് ഏറ്റവും നല്ല ഉത്തമം. സന്ധ്യയിലും ഈ ജപം ജപിക്കുന്നത് നല്ലതാണ്. സ്വർണ്ണ ആകർഷണ മന്ത്രം. ഓം ശ്രീം ഹ്രീം ക്ലീം സ്വർണഭൈരവായ ഫട്ട് സ്വാഹ. ഓം നമോ ഭഗവതേ സ്വർണ്ണാകർഷണ ഭൈരവായ ധനധാന്യ പ്രതികാരായ ശീഘ്രം സ്വർണം ദേഹി ദേഹി വശ്യം കുരു കുരു സ്വാഹ എന്ന മന്ത്രം 108 വീതം 51 ദിവസം ജപിക്കുന്നത് നല്ലതാണ്. ഹിന്ദു പുരാണത്തിലും തത്വശാസ്ത്രത്തിലും സ്വർണവും സമ്പത്തും ആകർഷിക്കുന്നതിന് വേണ്ടി ആരാധിക്കുന്ന മൂർത്തിയാണ് സ്വർണ്ണ ആകർഷണ ഭൈരവൻ. ഭഗവാൻ പരമശിവൻ്റെ ഒരു രൂപമാണിത്. സ്വർണവും ഐശ്വര്യവും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ്. ഓം ശ്രീ സ്വർണ്ണ ആകർഷണ ഭൈരവായ നമഃ എന്ന് ഈ മന്ത്രം 108 തവണ ചൊല്ലുന്നത് ഉത്തമമാണ്. വെള്ളിയാഴ്ചകളിലും അഷ്ടമി ദിവസങ്ങളിലും ഭൈരവ പൂജയും മന്ത്രജപത്തിനും ഏറ്റവും വിശേഷമുള്ളതായി കണക്കാക്കപ്പെടുന്നു. ശാന്തവും വൃത്തിയുള്ളതുമായ സ്ഥലത്തിരുന്ന് മനസ്സ് ഏകാഗ്രമാക്കി വേണം ഈ മന്ത്രം ജപിക്കാൻ. ഇങ്ങനെ ജപിക്കുന്നതിന് മൂലം നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറി ഐശ്വര്യം വരുവാനും അതുപോലെ മഹാലക്ഷ്മിയുടെ കടാക്ഷവും ഭൈരവൻ്റെ അനുഗ്രഹവും നിങ്ങൾക്കുണ്ടാവുന്നു. പണയം വെച്ച സ്വർണമെല്ലാം എടുക്കാനും അതിൻ്റെ തടസ്സങ്ങളെല്ലാം നീക്കാനും ഈ മന്ത്രം ചൊല്ലുന്നതിലൂടെ നിങ്ങൾക്ക് സാധിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ തടസ്സങ്ങളും മാറി എല്ലാ ഭൈരവൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.